ഇവിടെ ഒരു മോഡേൺ ആർട്ട് ഒക്കെ കാണുന്നുണ്ട്, കുറെ കൃഷിക്കാരുടെ ആണോ? ഇതൊരു കൃഷിക്കാരാണ്, പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിന്റെ അടിയിൽ സ്വിച്ച് ബോർഡാണ്. ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത്. മൊത്തം ക്ലെവർ വേ ഓഫ് ഡിസ്ഗൈസിംഗ് ആണ്. നേരത്തെ മറ്റേ ടയറിൽ ടാങ്ക് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു. ഓക്കെ, സ്വിച്ച് ബോർഡാണ് ഇത്. ഞങ്ങളുടെ ആക്ച്വലി പഴയ വീട്ടിൽ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്, അറിയാനേ പറ്റില്ല. വീട്ടിൽ പോയിട്ടൊരു പസിൽ എടുക്കാറുണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. ആക്ച്വലി ഒരു ഷെൽഫൊക്കെ തുറക്കുന്ന സൈഡിൽ നിന്നൊക്കെ ഒരു ദിവസം കാണിച്ചു തരാം. ആ വീട്ടിൽ പോകണം. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രീഗിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഈ കേറുന്ന ഉടനെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റൂം ഉണ്ട്, റൂമിലേക്ക് കയറി. ഓക്കെ, അനിയന്റെ മകന് വളരെയധികം ഇഷ്ടമുള്ളതാണ് കാറ്. കാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഡിസൈൻ കണ്ടപ്പോ വാങ്ങിയെന്നേ ഉള്ളൂ. മെയിൻലി ഗസ്റ്റ് റൂമാണ്. മദറിന്റെ സിസ്റ്റർ ഒക്കെ വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എല്ലാവരും തിരുവനന്തപുരത്തൊക്കെ താമസിക്കുന്നത്, കവടിയാറൊക്കെ ആയിട്ട്. അപ്പൊ അവരൊക്കെ വരുന്ന സമയത്ത് താമസിക്കാന്ന് വിചാരിച്ചു. എല്ലാ റൂമുകളും ഇതുപോലെ ഈ ഗ്ലാസ് എല്ലാ പുറത്തുനിന്നുള്ളതിനും. അപ്പൊ അതിനൊക്കെ ഒരു സേഫ്റ്റി അങ്ങനെ അത് എൻഷുർ ചെയ്യാൻ വേണ്ടി സെൻസേഴ്സ് വെച്ചിട്ടുണ്ട് എല്ലാത്തിലും. ഫുൾ ക്യാമറ സറൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഗ്രില്ലുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അവിടെ ഗ്രില്ലുണ്ട്. ഓപ്പൺ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഗ്രില്ല് വെച്ചിട്ടാണ് കാറ്റ് കിട്ടാൻ വേണ്ടി എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ അതുപോലെ ഭയങ്കര എയറി ആയിട്ടുള്ള ഒരു വീടായിട്ട് ഫീൽ ചെയ്യും. നമ്മള് ക്രോസ് വെന്റിലേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് അറിയാവുന്ന ചൂട് കൂടുന്ന സമയത്ത് ശരിക്കും രണ്ട് സൈഡിലും എയർ കയറാൻ പറ്റുമെങ്കിൽ നല്ല കാറ്റ് കിട്ടും. അതറിയാലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ 4 സൈഡ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും, അപ്പുറത്ത് ഓപ്പൺ ചെയ്തു. നല്ല കാറ്റ് കിട്ടും. ഇലക്ട്രിസിറ്റി നല്ല കാര്യമായി ലാഭിക്കും. സോളാർ വെച്ചിട്ടുണ്ട്. അടിപൊളി. അടുത്ത റൂം ഉണ്ട്, പക്ഷെ അതിനു മുമ്പ് ഇവിടെ വീണ്ടും മൊത്തം കാഴ്ചകൾ കണ്ട് നമുക്ക് സമാധാനമായിട്ടിരിക്കാം. ഇതെന്താണ്, ഇത് പഴയ വീട്ടിലെ ബീൻ ബാഗ് ആണ്? ഇവിടെ നമുക്ക് വ്യൂ കിട്ടാൻ വേണ്ടി ചെയ്താണ്. അപ്പൊ ബീൻ ബാഗ് ശരിക്കും നമ്മുടെ വീടിന്റെ ഇനോഗ്രേഷൻ സമയത്ത് ഹിന്ദിക്കാരാ ക്ലീൻ ചെയ്തത്. അപ്പൊ മുംബൈയിലാണല്ലോ. അപ്പൊ ഹിന്ദിക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആവേശമാണ്. അപ്പൊ ഹിന്ദിക്കാരുടെ വിളിച്ചു, അരെ ഭായ് ഇതറാവോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതങ്ങ് കൈ കൊടുത്തു, ക്ലീൻ കരോ എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു, വെളിയിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകും. നമുക്ക് കംപ്ലീറ്റ് എന്റെ തൊള്ള തെർമോകോൾ എല്ലാം എടുത്ത് കളഞ്ഞു. ശരിക്കും അങ്ങ് ഉള്ളൂർ വരെ കിടപ്പുണ്ടായിരുന്നു തെർമോകോൾ. എന്നിട്ട് അവന് മനസ്സിലായില്ല തെറ്റെന്താണെന്ന്. അവൻ അപ്പോഴും ക്ലീൻ എന്നിട്ട് മനസ്സിലായി ക്ലീൻ ആയെന്നാണ് പുള്ളിയുടെ വിചാരം. അയ്യോടാ പാവല്ലേ, ഞാൻ കഷ്ടപ്പെട്ടെല്ലാം ക്ലീൻ ആക്കിയെന്നൊക്കെ. അപ്പൊ ലിഫ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്താ മുകളിലേക്ക് പോയാലോ? ഞങ്ങള് വന്നപ്പോ തൊട്ട് കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സ്പേസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഓക്കെ, അങ്ങനെ നമ്മള് ഡക്കില് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഫുള്ളി കംപ്ലീറ്റ് ആവാനുണ്ട് അല്ലേ? ഇനി വർക്ക് ബാക്കിയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ സോഫ ഇടുന്നുണ്ടാവോ? ഇവിടെ സോഫ എന്താ പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഇതൊരു സ്വിമ്മിംഗ് പൂൾ ആണ്. ഇവിടെ നമുക്കൊരു കുറച്ച് ആളുകൾക്ക് ഇരിക്കാൻ പറ്റും. നല്ല വ്യൂ അല്ലേ, നമുക്ക് ചായ കുടിക്കാനും അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്.